ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ടൂറിസ്റ്റ് ബസ്സിൻ്റെ മുൻ പോർഷനാണ്. അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് ജലസ്ത്ര ബസ്സിൻ്റെ മുൻ പോർഷനാണ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഫോം ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. ഏകദേശം ഈ ഒരു കട്ടിലെ ഫോം ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. ഇത് മതിയാകും. നമുക്ക് നേരെ ഇതൊന്ന് വരച്ചെടുക്കാം. അപ്പോൾ നമ്മളിത് വരച്ചെടുത്തിട്ടുണ്ട്. കറക്റ്റ് അളവ് എടുത്തിട്ടാണ് വരച്ചിട്ടുള്ളത്. നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അളവ് എന്ന് വെച്ചാൽ ഇവിടേക്ക് 15 സെൻറ്റിമീറ്ററും ഇവിടേക്ക് 6 സെൻറ്റിമീറ്റർ എടുത്തിട്ടുള്ളത്. ഇത് ബസ്സിൻ്റെ വലിപ്പം അനുസരിച്ചിട്ട് നമുക്ക് നീളവും വീതിയും നമുക്ക് കറക്റ്റ് എടുക്കാവുന്നതാണ്. നമ്മൾ ഏത് മോഡലാണ് ചെയ്യുന്നതെങ്കിൽ അത് നമുക്ക് ഇവിടെ വരച്ച് കൊടുക്കാം. എന്നാൽ ജലസ്ത്രയുടെ ബോഡിയാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ വരച്ച് കൊടുക്കുകയാണ്. അതാ ഇതുപോലെ വരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ബാക്കിലെ ഭാഗങ്ങളും ലൈറ്റ് അതുപോലെ നമുക്ക് വരച്ചെടുക്കാം. നമുക്ക് നേരെ അതിലേക്ക് കടക്കാം. അപ്പോൾ ബാക്കിയുള്ളത് വരക്കാൻ പോവുകയാണ്. നമ്മൾ ഇവിടെ നമ്പർ പ്ലേറ്റ് വരുന്ന ഭാഗമാണ് അടുത്ത് വരക്കാൻ പോകുന്നത്. അപ്പോൾ 15 സെൻറ്റിമീറ്റർ എടുക്കുമ്പോൾ അതിനനുസരിച്ചുള്ള സെൻറ്റിമീറ്റർ എടുത്ത് നമുക്ക് നമ്പർ പ്ലേറ്റിൻ്റെ ഭാഗം വരക്കാവുന്നതാണ്. അപ്പോൾ ഞാനിതാ 4 സെൻറ്റിമീറ്റർ എടുത്തിട്ട് നീളത്തിൽ വെച്ചിട്ട് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതാ ഈ സൈഡൊന്ന് സാൻഡ് പേപ്പർ ഉപയോഗിച്ചൊന്ന് നല്ല ക്വാളിറ്റി സെറ്റ് ആയി കൊടുക്കാം. അപ്പോൾ സാൻഡ് പേപ്പർ എടുത്തിട്ടുണ്ട്. നമുക്ക് നല്ല വരതി കൊടുക്കാം. അപ്പോൾ ഈ സൈഡ് ഇതുപോലെ ഒന്ന് ചെരിഞ്ഞ് വരച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രണ്ട് പോർഷൻ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ സൈഡ് വളക്കാൻ വരും. അപ്പോൾ നമ്മളിത് ഫോം ഷീറ്റ് എടുക്കുകയാണെങ്കിൽ ഫോം ഷീറ്റ് പ്രത്യേകത ഈ സൈഡിക്ക് നേരെ വളയും, ഈ സൈഡിക്ക് അങ്ങനെ വളയില്ല. വളച്ചാലും പൊട്ടുകയാണ് ചെയ്യുക. നമ്മൾ ഈ സൈഡിക്ക് അങ്ങനെ വളച്ചാൽ കിട്ടുന്ന പോർഷൻ എടുക്കണം. അതുപോലത്തെയാണ് എടുത്തിട്ടുള്ളത്. നമുക്കിതാ ഈ സൈഡൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതാ ഈ ഉള്ളിൽ വശത്തായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. നമ്മളിതാ ഉള്ളിലേക്കാക്കി ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം പുറത്ത് തന്നെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ പുറത്ത് ഒരു ഷീറ്റ് കൂടി നമ്മൾ വെച്ച് ഒട്ടിച്ചെടുക്കും. അപ്പോൾ ഒന്നുകൂടി നല്ല വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് ഈ ഭാഗത്ത് വരുന്ന ഡേറ്റ് നമുക്ക് വരച്ചു കൊടുക്കാം. അപ്പം നമ്മൾ ഇതുപോലെ വരച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം ഡേറ്റിൻ്റെ ഭാഗമാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള ഭാഗങ്ങൾ ഇതുപോലെ എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ സൈഡിൽ മുറിച്ച് ഒന്നുകൂടി ഡീറ്റെയിൽ ആയി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ മറ്റേ ഭാഗവും നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ സൈഡ് ഇങ്ങോട്ടായിട്ടൊന്ന് ചെറുതായി ചെരിച്ച് കൊടുക്കാം. നമുക്ക് അതൊന്ന് ചെരിച്ച് കൊടുക്കാം. അപ്പോൾ അതിനൊരു പാൻ എടുത്തിട്ടുണ്ട്. നമ്മൾ ഈ സൈഡ് വെച്ചൊന്ന് ചെറുതായി മടക്കി കൊടുത്താൽ മതി. ഇതുപോലെ അപ്പുറത്തെ ഭാഗം നമുക്കൊന്ന് മടക്കി കൊടുക്കാം. ഇതുപോലെയാണ് കിട്ടുക. ഇനി നമുക്ക് ബാക്കിയുള്ള സൈഡ് അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഈ ഗ്രില്ല് വരുന്ന ഭാഗം നമുക്കൊന്ന് ചെറുതായിട്ട് ഈ സൈഡിൽ നിന്ന് മടക്കി കൊടുക്കാം. അപ്പോൾ ഈ ഗ്രില്ല് വരുന്ന പോർഷൻ നമ്മൾ ഇതുപോലെയൊന്ന് മടക്കി കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ഈ സൈഡൊക്കെ ഒന്ന് വേണ്ടി നമുക്കൊന്ന് താട്ടപ്പെട്ടൊന്ന് വരക്കാം. നമുക്ക് ഇതിൻ്റെ ഈ ഉൾവശം നമുക്കൊന്ന് ഒട്ടിച്ച് കൊടുക്കാം. കാരണം ഇത് ഇപ്പോൾ തന്നെ തീരെ ഉറപ്പില്ല. അത് ഒട്ടിച്ചാൽ ഒന്നുകൂടി ഒന്ന് സ്ട്രോങ് ആയി നിൽക്കും. അപ്പോൾ ഇതുപോലത്തെ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഭാഗത്തൊന്ന് ഒട്ടിച്ച് കൊടുക്കാം. ഗ്ലൂ ഇട്ടാണ് ഒട്ടിക്കുന്നത്. ഫസ്റ്റ് ക്ലിപ്പാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. ഇതുപോലെ കിട്ടുന്നത് നമുക്ക് ഈ സൈഡ് ഒന്ന് കട്ട് ചെയ്തിട്ട് സാമ്പിൾ ഇട്ടൊന്ന് സെറ്റാക്കി വെക്കാം. കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ നമ്മളത് സാൻഡ് പേപ്പറൊക്കെ ഒന്ന് സെറ്റായി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാക്കിയുള്ള ഈ ഭാഗങ്ങളൊക്കെ നമുക്ക് ഒട്ടിച്ചെടുക്കാം. നമ്മളത് ഈ സൈഡ് ഒട്ടിക്കാൻ വേണ്ടതായി ഇതുപോലത്തെ 2 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുകൊണ്ട് ഒട്ടിക്കാം. സെറ്റാക്കി ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കത് ഈ സൈഡിൽ നിന്ന്
സാൻഡ് പേപ്പർ ഇട്ടൊന്ന് സെറ്റാക്കി എടുക്കണം. നമുക്കത് ഈ സൈഡിൽ ഇങ്ങനെ വളഞ്ഞു നിൽക്കാൻ വേണ്ടിയിട്ട് ഇവിടെ പീസ് വെച്ചൊക്കെ പൊട്ടിക്കാം. അപ്പോൾ ഇതുപോലത്തെ 2 പീസ് എടുത്തിട്ട് നമുക്ക് ഈ സൈഡിൽ ഒട്ടിച്ച് കൊടുക്കാം. ഇതുപോലെ ഒന്ന് വളച്ചിങ്ങാണ്ട് ഒട്ടിച്ചു കൊടുക്കുക. ഇതുപോലെ നമുക്ക് മറ്റേ സൈഡൊന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സൈഡ് ഇങ്ങനെ ഒന്ന് ചേരിന് കിട്ടുന്നതാണ്. ഇതിനുവേണ്ടി നമ്മൾ ഒട്ടിച്ച് കൊടുത്തത്. നമുക്ക് ബാക്കിയുള്ള ഈ ലൈറ്റ് ഭാഗത്തൊന്ന് ഫോം ഷീറ്റ് വെച്ചൊന്ന് ഒട്ടിച്ച് കൊടുക്കാം. നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കുറേ വീഡിയോസിൽ ചോദിക്കുന്നുണ്ട് എന്നോട് ഈ സൈഡത്തെ ലൈറ്റ് വരുമ്പോൾ ഈ സൈഡ് കണ്ണുപോലെ ലൈറ്റ് വരില്ലേ, സ്ട്രിപ്പ് ലൈറ്റ്, അപ്പോൾ അതെങ്ങനെ സെറ്റ് ചെയ്യുക എന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ നമ്മൾ പീസ് എടുത്തുകൊണ്ട് ഈ സൈഡിൽ വെച്ചൊന്ന് ഒട്ടിച്ച് കൊടുക്കാം. ഈ സൈഡിൽ ചെറിയൊരു ഗ്യാപ്പ് ഇടണം, എന്നിട്ട് ഒട്ടിച്ച് കൊടുക്കാം. ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുമ്പോൾ ഈ സൈഡ് ഇതുപോലെ വരും. ഇങ്ങനെയാണ് നമുക്ക് കിട്ടേണ്ടത്. ഇതുപോലെ നമുക്ക് അപ്പുറത്തെ സൈഡും ഒന്ന് ചെയ്തെടുക്കാം. നമ്മൾ ഇതുപോലെ ഈ സൈഡ് ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ലുക്ക് ഒന്ന് കാണിച്ചു തരാം. ജസ്റ്റ് നമ്മൾ ഒരു ലൈറ്റ് വെച്ച് കത്തിക്കുന്നതാണ്. ഇതുപോലെ ഒരു ലൈറ്റും ബാറ്ററി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ലൈറ്റ് ഒന്ന് ഓൺ ചെയ്യാം. ഇതുപോലെ വരും ലൈറ്റ് കത്തിക്കുകയാണെങ്കിൽ. സൈഡ് അതുപോലെ ഈ സൈഡും അങ്ങനെ കിട്ടുന്നതാണ്. പിന്നെ നമുക്ക് ഇനി ബാക്കിയുള്ള സൈഡൊന്ന് ഒട്ടിച്ചെടുക്കാം. ഫുൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതാ ഈ സൈഡിൽ ഒന്നുകൂടി ഒന്ന് ഉറപ്പിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു ഷീറ്റ് വെച്ച് നമുക്ക് ഒട്ടിക്കാം. അപ്പോൾ ഇതുപോലത്തെ ഒരു പീസ് എടുത്തിട്ടുണ്ട്. നമുക്കിതാ ഈ സൈഡിലായിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഇതിന് ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്യാം. ഈ സൈഡ് ഒട്ടിക്കേണ്ട ആവശ്യമില്ല, കാരണം ഇങ്ങനെ വെക്കുമ്പോൾ വൈപ്പർ വരുമ്പോൾ നമുക്ക് ഹോളിടുമ്പോൾ ഒന്ന് ബുദ്ധിമുട്ടാകരം. അതുകൊണ്ട് ഈ സൈഡ് നമുക്കൊന്ന് ഒട്ടിക്കാതെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് എല്ലാ സൈഡും ഒന്ന് ചെത്തിയെടുത്ത് സാൻഡ് പേപ്പർ വരക്കാം. അപ്പോൾ ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് എല്ലാ സൈഡും ഇങ്ങനെ ഒന്ന് സാൻഡ് പേപ്പർ ഇട്ട് നേരെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഗ്രില്ല് വെക്കുമ്പോൾ വരുന്ന ലുക്ക് അങ്ങനെയാണ്, ഇതുപോലെ വരും. പിന്നെ ഇതുപോലെ 2 സെറ്റ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ 2 ചതുസ്ത്ര BS6 ആണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഇപ്പം നമ്മുടെ എല്ലാ ബോഡിയുടെയും വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക. ഇനി ഇതുപോലത്തെ വീഡിയോകൾ വരണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞാൽ മതി. അതുപോലത്തെ വീഡിയോ ഞാൻ ഇനി ഇടുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നതുവരെ ഹായ്.